പാർട്ടിക്ക് വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. കോൺഗ്രസിന് താക്കീതുമായി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി തരൂർ കോൺഗ്രസ് വിടുമോ? വിടാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് പുള്ളി നോക്കുന്നത്. ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയ കളിയുണ്ട്. ശശി തരൂര് അദ്ദേഹം ആഗ്രഹിക്കുന്നു, കോൺഗ്രസിൽ എനിക്ക് സ്പേസ് ഇല്ല, എനിക്കിവിടെ സ്പേസ് ഉണ്ടാവണം. അതായത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്താണ് പുള്ളി സ്പേസ് നോക്കുന്നത്. കാരണം കേന്ദ്രത്തിലും അല്ലെങ്കിൽ ഇനി ഒരു കാലത്തും കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്ന് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് കാരണം വളരെ കാര്യങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ പിന്നെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടേക്കും അടുത്ത പ്രാവശ്യം വരും. രാഷ്ട്രീയക്കാരെ സംസാരിക്കുന്നവരൊക്കെ സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഇനി ഒരു സാധ്യത കുറച്ചെങ്കിലും ഉള്ള ഒരു ഇടം കേരളമാണ്. അപ്പൊ കേരളത്തിൽ അദ്ദേഹത്തിന്റെ സാധ്യത അദ്ദേഹത്തിന്റെ പൊസിഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവും. അപ്പം ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാൽ വലിയൊരു പദവി കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ട് പോലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കേന്ദ്രത്തിൽ അംഗീകരിക്കുന്നില്ല. കാരണം പലവട്ടം പുറകോട്ട് ചവിട്ടിക്കളയുന്ന ഒരു അവസ്ഥയാണ്. ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ അറിയാവുന്ന അദ്ദേഹത്തിന് ലോകസഭയിൽ പോലും അതിന് വേണ്ട പരിഗണന കിട്ടുന്നില്ല. അതായത് ശശി തരൂരിനെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. അപ്പൊ ശശി തരൂരിന് മനസ്സിലായി, ഞാൻ ഈ അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെ പറയുന്നെങ്കിലും അതിന്റെ രാഷ്ട്രീയം എന്തോന്ന് അറിയത്തില്ല. ഈ പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷനകത്ത് അദ്ദേഹത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആക്കിയിട്ട് കൊണ്ടുവന്ന് കോൺഗ്രസ് ഇലക്ഷനെ നേരിട്ടാൽ ഈ വളരെ കൂടുതലായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെളിയിൽ നിന്ന് ആൾക്കാർ പോലും പറയുന്നത് ചൂണ്ടിക്കാണിച്ചാണ്, ഞാനാണ് നേതാവ്, എനിക്ക് വലിയ പിന്തുണയുണ്ട്, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, എന്റെ പിന്തുണ വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചില്ലെങ്കിൽ ഞാൻ അതിന് വേറെ വഴി നോക്കും. ഏത് വഴിയാണ്? അദ്ദേഹം BJP-യിലേക്കുള്ള വഴിയാണോ അല്ലെങ്കിൽ അദ്ദേഹം CPM-ലേക്കുള്ള വഴിയാണോ എന്നുള്ളത് ഏതായാലും AK ബാലൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ വെളിയിൽ വോട്ടുകളുണ്ട്. മുകുന്ദൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ പറഞ്ഞത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഞാൻ അദ്ദേഹത്തിന്റെ കൂടാണ്, അദ്ദേഹത്തിന് ദീർഘവീക്ഷണമുണ്ട്, വിവരമുണ്ട്. അതായത് ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ശശി തരൂർ പറയുന്നത് നാളെ കാലത്തെ മൂന്നാമതും ഹാട്രിക് ആവുന്ന ഒരു പ്രതിപക്ഷമായിരിക്കും കോൺഗ്രസിൽ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഇവിടെ അതിനുവേണ്ടി നാളെ ഭരണത്തിൽ വരുന്നതിന് വേണ്ടി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന നേതാക്കന്മാർ കോൺഗ്രസിൽ ഇല്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയും അംഗീകരിക്കാൻ ശശി തരൂർ തയ്യാറല്ല. ശശി തരൂരിനെ അംഗീകരിക്കാൻ പറ്റുന്ന നേതാക്കന്മാർ കേരളത്തിലും ഇല്ല, ദേശീയ തലത്തിലും ഇല്ല. അദ്ദേഹത്തെ വിളിച്ചിട്ട് ചർച്ച ചെയ്തല്ലോ. ചർച്ച ചെയ്തതിനകത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു നമ്മൾ കേൾക്കുന്നത്? ശശി തരൂർ വെളിവെന്ന് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്കകത്ത് നിന്നും അല്ലെങ്കിൽ പിന്നുള്ള പോക്കിനകത്തും അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കത്തില്ല, എന്നെ സൈലന്റ് ആക്കി നിർത്തിയിട്ട് ഭരണം പിരിച്ചുകൊണ്ട് പോവുകയും സമയമാകുമ്പോൾ എന്നെ പുറത്താക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ പുറത്താക്കി, ശശി തരൂരിനെ കോൺഗ്രസിനകത്തുനിന്ന് പുറത്താക്കിയാൽ നമ്മൾ എത്ര പറയുമ്പോഴും കോൺഗ്രസിനകത്ത് വലിയൊരു വില കൊടുക്കേണ്ടി വരും. കോൺഗ്രസിനകത്ത് ഈ കേരളത്തിൽ കൊടുക്കേണ്ടി വരും, ഇന്ത്യയിൽ കൊടുക്കേണ്ടി വരും. ദേശീയ തലത്തിൽ ഇദ്ദേഹത്തെ അറിയാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അപ്പൊ തന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല? ഇത്തരത്തിലുള്ള ഒരു കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇങ്ങനെയാവുന്നത്. അത് സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെയും പിന്നെ വരുന്ന കുഞ്ഞുങ്ങളുടെയും ഒക്കെ കോൺഗ്രസ് ആണ്, അത് ഒരു വീടിന്റെ കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞതിന് ശരിയാവുന്ന രീതിയിലേക്ക് വരും. അപ്പൊ BJP ഇതിനകത്ത് വലിയ താല്പര്യം എടുത്ത് കാണുന്നില്ല. വരട്ടെ, അപ്പം വെളിയിൽ വരട്ടെ, അന്നേരം ആലോചിക്കാം. BJP ഇതിനകത്ത് സമ്മർദ്ദതന്ത്രമായിട്ടൊന്നും പുറകിൽ നിൽക്കുന്നില്ല. കാരണം ഇതിനകത്ത് തരൂര് ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തായാൽ അദ്ദേഹത്തിന് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയാൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരത്തില്ല. അദ്ദേഹത്തെ കോൺഗ്രസിനെതിരെ പറഞ്ഞ് ആ പാർട്ടി പുറത്താക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് MP സ്ഥാനത്തോടു കൂടി മറ്റു പാർട്ടിയിൽ പോകാനൊക്കും. അപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ BJP പോയാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു കേന്ദ്രമന്ത്രിയാവാൻ പറ്റും. ഇപ്പൊ BJP-യോട് സാധ്യത കൊടുക്കുകയും ചെയ്യും. കാരണം ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുനിന്ന് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ, അത് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലുടനീളം കാണിക്കാൻ പറ്റുന്ന ഒരാൾ വന്നു, അദ്ദേഹത്തിനെ ഒരു കേന്ദ്രമന്ത്രിയാക്കുന്നതിന് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ശശി തരൂര് ഈ പറയുന്നത്. ഇതിനകത്ത് നിന്നുകൊണ്ട് ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നാളെ കാലത്ത് അധികാരത്തിൽ വരുന്നതിന് സാധ്യത ഇല്ലാതാക്കുന്നു. അപ്പൊ ആ രീതിയിലേക്ക് ഒരു പ്രതിസന്ധി എന്തായാലും ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് കോൺഗ്രസിലെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും കേരളത്തിൽ സമ്മതിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് എനിക്ക് പല നേതാക്കന്മാരായിട്ട് അറിയാം, എന്ത് കോൺഗ്രസ് പാരമ്പര്യം അയാൾക്കുള്ളത്? ഈ കോൺഗ്രസിനകത്ത് ഞങ്ങൾ വന്നു, ഞങ്ങൾ അടികൊടുത്തു, ഞങ്ങൾ സമരം ചെയ്തു, ഒരു സുപ്രഭാതത്തിൽ സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ ആരുടെയും താല്പര്യം കൊണ്ടുവന്ന് ഇതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം വഹിച്ചിട്ട് നാളെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് വന്നവർ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ആളുകൾ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ പുറത്ത് അദ്ദേഹം പോലെ ഒരു വലിയ വ്യക്തിയാണ്, ഇവര് കൊണ്ടുവന്ന അതുപോലെ ഏതാണ്ട് വിശ്വരൂപോ പൗരനോ ഏതാണ്ടാന്ന് കച്ചിലെ കൊണ്ടുവന്നില്ല. അപ്പൊ ആ ഒരു പരിവേഷം ഇപ്പോഴും പുള്ളിക്കുണ്ട്. അതുകൊണ്ട് അത് മുതലെടുത്ത് അതിന്റെ പുറത്തുള്ള രാഷ്ട്രീയം എല്ലാരും പറയുന്നത് പോലെ എന്റെ കൂടെ ഘടകകക്ഷികളും ജനങ്ങളും ഉണ്ട്,
ഞാൻ നിന്നാൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരും. അല്ലാതെ ഒരു നേതാവ് കോൺഗ്രസിന് നാളെ കാലത്തെ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ കൊള്ളത്തില്ല എന്നാണ് ഇന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി പറഞ്ഞാലോ സോണിയാഗാന്ധി പറഞ്ഞാലോ അല്ലെങ്കിൽ അവർ ഞാൻ കേൾക്കത്തക്ക വലിപ്പത്തിലുള്ള ആളല്ല ഞാൻ അവർക്കും മുകളിലാണ്, ഗാർഗയ്ക്കും മുകളിലാണ്. തീർച്ചയായും. അത് മാത്രമല്ല സർ, രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തി ഇല്ലെന്നല്ലേ ശശി തരൂരിന്റെ ഈ ഒരു പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഉറപ്പായിട്ടും ശശി തരൂരിന് യാതൊരു തൃപ്തിയില്ല. കാരണം ശശി തരൂരിനെ വിളിച്ച് സംസാരിച്ചത് ശശി തരൂർ അടങ്ങിയിരിക്കാൻ പറയാനാണ്. അല്ല ശശി തരൂർ നാളെ വാഗ്ദാനങ്ങൾ കൊടുത്ത പോലെ ശശി തരൂരിനെ നേതാവായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള സമീപനം ഇല്ല എന്ന് മനസ്സിലാവണം. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശശി തരൂരിന് ആവുന്നില്ല, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ല. കാരണം ഇങ്ങനെ എന്തിനാ നിൽക്കുന്ന അവജ്ഞയോടുകൂടി എനിക്ക് അല്ലെങ്കിൽ ഇതിനകത്തൊരു പോസ്റ്റും ഇല്ലാതെ നാളെ കാലത്ത് ഒന്നുമല്ലാതാവുന്ന ഒരു അവസ്ഥ. തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിട്ടിക്കൽ സ്റ്റേജിനകത്ത് എംപിമാര് കുറയണ്ട, അയാളെ മാറ്റിയാൽ ആ എംപി സ്ഥാനം നഷ്ടപ്പെടേണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ സീറ്റ് അവർ കൊടുക്കത്തില്ല. അപ്പൊ ആ രീതിയിലേക്ക് ഇനി തരൂര് പറയുന്നത് എനിക്കുണ്ട്, ഞാൻ നേതാവാണ്, എന്നെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്, എന്നെ വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ കാര്യത്തിനകത്ത് തീരുമാനമെടുക്കും. എന്നിട്ട് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് ശശി തരൂർ രാഷ്ട്രീയം. അപ്പൊ ശശി തരൂർ ആരും പറയാനില്ല, പുള്ളി തന്നെ പറയുകയാണ് ഞാനാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ്, എനിക്കുള്ള ജനപിന്തുണ വേറെ ആർക്കുമില്ല, എനിക്കുള്ള ഘടകകക്ഷികളുടെ പിന്തുണ വേറെ ആർക്കുമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതായാലും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ഒന്നും അംഗീകരിക്കാൻ, പ്രിയങ്ക ഗാന്ധിയെ ഒന്നും അംഗീകരിക്കാൻ, അവരെ ഒന്നും ഒരു നേതാവായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല. കോൺഗ്രസ് എന്നെ പരിഗണിച്ചില്ലെങ്കിൽ ഞാൻ കോൺഗ്രസിന്റെ ഭാഗമല്ലാതാകുന്ന ഒരു അവസ്ഥ വരും. അത് കോൺഗ്രസിന് നാളെ കാലത്തെ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതിന് ആക്കം കൂട്ടത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ആകത്തേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് ആണെന്ന് കാണാൻ സാധിക്കുന്നത്. യാതൊരു കാരണവശാലും കോൺഗ്രസും ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ലെന്ന് അറിയാൻ സാധിക്കും. ഏതായാലും ശശി തരൂരിനെ പുറത്താക്കുമോ, ശശി തരൂർ രാജിവെക്കുമോ, പുറത്തു പോകുന്നതൊക്കെ നാളെ കാലത്ത് നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ പറഞ്ഞത്. കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്, കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേടും. തൻ്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും തരൂർ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും, ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് വേറെ വഴിയില്ലെന്ന് നിങ്ങൾ കരുതരുത് എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ എന്നുള്ളതൊക്കെ. എന്നിരുന്നാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.